ആണ് നമുക്ക് പല സ്ഥലങ്ങളിലാണെങ്കിലും ഇങ്ങനെ കർത്താവിൽ ഒരുമിച്ച് കൂടുവാൻ കഴിയുന്നത്. आनंदित बात है कि हम अलग अलग जगह में होकर भी परमेश्वर का नाम में संगति कर सकते हैं. പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ പരസ്പരം പ്രബോധിപ്പിക്കുകയും അതുപോലെ കർത്താവിൻ്റെ പ്രത്യാശയുള്ള വചനം പങ്കിടുകയും ചെയ്യുന്നത് കർത്താവിന് സന്തോഷമുള്ള കാര്യമാണ്. हम सब भाई बहन एक दूसरे को प्रभु में एनकरेज कर प्रभु में उठाकर ये संगति में आना कितना अच्छी बात है. നമ്മുടെ കർത്താവിൻ്റെ വരവ് എത്രയും സമീപമാകൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ എപ്പോഴും നമുക്ക് ജാഗരൂകരായിരിക്കാം. परमेश्वर का आगमन बहुत निकट है, इसलिए हम इस बात पर जागरूक रहे. ഇന്ന് രാത്രിയില് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. फिलिपियों का पुस्तक 2रा अध्याय उसका 13वां वचन पढ़ने का आग्रह कर रहा हूं. ഇങ്ങനെയാണ്: ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. इच्छा करना और प्रवृत्ति करना ये परमेश्वर ने तुम्हारे अंदर कार्य किया है, ऐसा वचन है. പ്രൈസ് ദി ലോർഡ്. ഈ ഫിലിപ്പി ലേഖനം പൗലോസ് എഴുതുമ്പോൾ പൗലോസ് ജയിലിലാണ്. ये वचन लिखते समय पौलुस जेल में है. അപ്പോൾ 7-ാം വാക്യവും 13-ാം വാക്യം ഇങ്ങനെയുള്ള 13-ാം വാക്യം 16-ാം വാക്യം ഇവയൊക്കെ അതിന് തെളിവാണ്. 7वां वचन 11वां वचन 13वां वचन ये सब उसका proof है. ഓക്കെ. അപ്പോൾ 7-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും എന്ന് പ്രയോഗിക്കുന്നു. അതുപോലെ തന്നെ 13-ാം വാക്യത്തിൽ എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് പറയുന്നു. 7वां वचन में ऐसा लिखा है, मैं बंधन में हूँ तो भी 13-ാം വാക്യം എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു. मेरा बंधन मसीह के द्वारा है, ऐसा लिखा है. ഓക്കെ. മനുഷ്യര് മാത്രമാണ് ഒരു സ്വതന്ത്ര ഇച്ഛാശക്തിയോടുകൂടെ സൃഷ്ടിക്കപ്പെട്ടതായ ദൈവത്തിന്റെ സൃഷ്ടി. सिर्फ मनुष्य ही एक सृष्टि है जो खुद का इच्छा के द्वारा जी सकता है, ऐसा काबिलियत मिला है. ഈ സ്വതന്ത്രമായ ഇച്ഛാശക്തിയോടുകൂടെ മനുഷ്യനെ നിർമ്മിച്ചതിലൂടെ ദൈവത്തിന്റെ സ്നേഹമാണ് വെളിപ്പെടുന്നത്. ये खुद का इच्छा के द्वारा जीने का जो काबिलियत जो मिला है वो एक स्वतंत्रता को दिखाता है. जो നമ്മെ ഒരു യന്ത്രം പോലെയല്ല സൃഷ്ടിച്ചത്, പിന്നെയോ നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തീരുമാനിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. एक यंत्र के समान नहीं, पर खुद का इच्छा से जीने के लिए, खुद का इच्छा से प्रवृत्ति करने के लिए स्वतंत्रता दिया है परमेश्वर ने. ഇവിടെ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. इधर परमेश्वर का प्रेम को प्रकट करता है. അപ്പോൾ മനുഷ്യനെ വാഴുവാനുള്ള അധികാരത്തോടും ശക്തിയോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. परमेश्वर ने मनुष्य को इस तरह बनाया कि वो जिए और एक स्वतंत्रता के अनुसार जिए, उस ऐसा बनाया है. എന്നാൽ മനുഷ്യൻ പാപത്തിൽ വീണത് നിമിത്തമാണ് തന്റെ ഇച്ഛാശക്തിയെ നിയന്ത്രിക്കുന്നത് അവന്റെ ശരീരം അല്ലെങ്കിൽ അവന്റെ ജഡം ഏറ്റെടുത്തത്. ഒന്നുകൂടെ പറയാം. അതായത് മനുഷ്യൻ പാപത്തിൽ വീണത് നിമിത്തം മനുഷ്യന്റെ ഇച്ഛാശക്തി, അത് ശരീരം അല്ലെങ്കിൽ ജഡം അവനെ നിയന്ത്രിക്കാൻ തുടങ്ങി. जब मनुष्य ने पाप किया तो मनुष्य का जो इच्छा शक्ति है वो अब शरीर ले लिया, वो शरीर के अनुसार अभी मनुष्य प्रवृत्ति करता है.
എന്നാൽ ദൈവത്തിന്റെ അതിരറ്റ സ്നേഹമാണ് ദൈവം തന്റെ പുത്രനെ നൽകിയത്. और परमेश्वर का प्रेम है कि परमेश्वर ने अपना पुत्र को इस जगत पर भेजा। അപ്പോൾ ആ പുത്രനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവമാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണുന്നത്. और रोमियो 8:16 में ऐसा है कि जो पुत्र जो हमें मिला है उसको स्वीकारने से उसको सेवियर के तरह स्वीकारने से हम बच जाते हैं. ഓക്കെ, അവിടെ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ കാണുന്നത് നാം ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. 17-ാം വാക്യം, നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ എന്ന് വായിക്കുന്നു. रोमर का 8:16 में ऐसा लिखा है कि परमेश्वर का आत्मा हमारे आत्मा से ऐसा बात करते हैं कि हम परमेश्वर के बच्चे हैं. और നമുക്ക് പരിചയമുള്ള വാക്യമാണ്, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായിട്ട് ഏക ആത്മാവാകുന്നു എന്ന്. ये हम जानते हैं ये वाक्य को, जो परमेश्वर से एक होता है उससे एक आत्मा बन जाता है. അപ്പൊ ഇന്ന് നമ്മുടെ ആത്മാവിൽ ഒരുവനുണ്ട്. और हमारे आत्मा में एक जन है अभी. അപ്പൊ ഈ നമ്മുടെ ആത്മാവിൽ വന്നവനായ ക്രിസ്തു അവന് സ്വന്തം ഇഷ്ടമില്ലാത്തവനാണ്. जो आत्मा में जो मसीह आया है वो खुद का इच्छा के अनुसार. ഞാൻ ഒന്നുകൂടെ അത് വ്യക്തമാക്കാം. അവന് സ്വന്തം ഇഷ്ടം ഉണ്ട് എങ്കിൽ തന്നെയും അവന് ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവന്റെ സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ഇഷ്ടവും സ്വന്തം തീരുമാനവും എല്ലാം മാറ്റിവെച്ചിട്ടാണ് ഇവിടേക്ക് ഇറങ്ങി വന്നത്. जब मैं बोलता हूँ कि परमेश्वर का पुत्र इस जगत पर आया, वो खुद के इच्छा से, वो खुद का इच्छा हटाकर जो पिता है उसका इच्छा के अनुसार जिया हो. അവന് സ്വന്തമായ ഒരു പ്രവൃത്തി ഇല്ലായിരുന്നു. वो कुछ कार्य नहीं किया इस जगत पर. അവന് പിതാവിന്റെ പ്രവൃത്തി തികപ്പാൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. वो पिता का इच्छा पूरा करने के लिए आया. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. യോഹन्ना का सुसमाचार 5:19 में लिखा है. അത് വായിക്കാം. वो पढ़ते हैं. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് നാം വായിക്കുന്നു. 5:19 में ऐसा लिखा है, मैं बोलता हूँ कि मैं खुद का इच्छा के अनुसार नई कार्य कर रहा हूँ. ഓക്കെ, അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം, യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തേക്കുന്നത് തന്നെ എന്റെ ആഹാരം. और 4:39 में ऐसा लिखा है कि जो पिता का जो कार्य करना ही मेरा भोजन है. നമുക്ക് പരിചയമുള്ള വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 57-ാം വാക്യം, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. और 6:57 में ऐसा लिखा है कि जो मुझे मैं जैसा पिता के जो द्वारा जी रहा हूँ, जो मुझे खाएगा मेरे द्वारा जिएगा. ഓക്കെ, ഇനി യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. യോഹन्ना 6:38 में लिखा है कि मैं स्वर्ग से उतर कर आया हूँ, मेरा इच्छा पूरा नहीं करना है पर पिता का. നോക്കണം, നമ്മിൽ വസിക്കുന്നവൻ എത്ര ശ്രേഷ്ഠമേറിയവനാണ്. हमें ये जानना है कि हमारे अंदर जो निवास कर रहे हो कितना श्रेष्ठ है. അവന് സ്വന്തമായി പലതും ചെയ്യുവാൻ കഴിവുണ്ടെങ്കിലും അവന് സ്വന്തമായിട്ട് ഒരു പ്രവൃത്തിയും ചെയ്തില്ല.
उसके यीशु के पास तो काबिलियत था खुद के इच्छा से सारा कार्य करने के लिए, पर उसने खुद का इच्छा അവന് ऊपर किया। അവൻ പിതാവിൻ മൂലമാണ് ജീവിച്ചത്. वो पिता के द्वारा जिया। മാത്രവുമല്ല അവന് സ്വന്തം ഇഷ്ടമൊന്നും സംസാരിച്ചില്ല. वो वही नहीं कि वो खुद का इच्छा बात भी नहीं किया। അതുപോലെ തന്നെ ഏത് കാര്യത്തിലും അവന് സ്വന്തം സമയം പോലും ഇല്ലായിരുന്നു. ഒരു കാര്യം തീരുമാനിക്കാൻ സമയം പോലും പിതാവ് നിശ്ചയിച്ചിരുന്ന ആ ആ സമയത്തിനു വേണ്ടി അവൻ തന്നെ തന്നെ വിധേയപ്പെടുത്തിയിരുന്നു. और जो समय भी उसके पास था वो समय भी उसने पिता के लिए दे दिया और पिता के लिए उपयोग किया। അതിങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില് നമ്മളത് കാണുന്നുണ്ട്. സമയമായപ്പോൾ എന്നൊരു പ്രയോഗമുണ്ട്. അവന് ശിഷ്യന്മാരോട് കൂടെ ഇരുന്നു എന്ന് കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. Luke 22:14. അവിടെ സമയമായപ്പോൾ എന്ന് വെച്ചാൽ പിതാവ് നിശ്ചയിച്ചിരുന്ന സമയത്തായിരുന്നു കർത്താവ് എല്ലാം ചെയ്തത്. जो पिता ने जो समय नियुक्त किया है वो समय के अनुसार यीशु मसीह ने सारा कार्य किया. Praise the Lord. അപ്പോൾ പുതിയ നിയമ വിശ്വാസി വളരെ പ്രാധാന്യമേറിയ ഒരുവരാണ്. अभी हमें ये समझना है कि नया नियम का विश्वासी एकदम मूल्यवान है. അവന്റെ ആത്മാവിൽ വസിക്കുന്ന ഒരുവനുണ്ട്. അവൻ പിതാവിന്റെ ഇഷ്ടം മാത്രം ചെയ്തവനാണ്. क्योंकि जो हमारे आत्मा में निवास कर रहा है वो सिर्फ पिता का इच्छा पूरा किया. പിതാവിന്റെ വാക്കുകൾ മാത്രം സംസാരിച്ചു. वो सिर्फ पिता का शब्द को ही बात किया है. നമുക്കെല്ലാം പരിചയമുള്ള ഒരു വാക്യമാണ് കർത്താവ് ഗെത്സമനയിൽ വെച്ച് പറഞ്ഞത്, പിതാവേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. हम सब ये वाक्य को जानते हैं जो गेत्सेमने में कहा गया था, ये पिता मेरा इच्छा नहीं पर तेरा इच्छा पूरा हो. അപ്പൊ ഇങ്ങനെയുള്ള ക്രിസ്തു പൗലോസിന്റെ ആത്മാവിൽ വസിച്ചിരുന്നത് കൊണ്ട് പൗലോസ് ജയിലിലായിരുന്നപ്പോഴും പൗലോസിന് ആ വിഷയത്തിൽ യാതൊരു ഖേദവും പിറുപിറുപ്പും ഉണ്ടായിരുന്നില്ല. जब पौलुस ये वाक्य लिखता है तब पौलुस जेल में होकर भी पौलुस का आत्मा को वो रुकाया नहीं. ഓക്കെ, കാരണം അന്ന് പലരും പൗലോസിന് ജയിലില് കൂടുതൽ പീഡയുണ്ടാകട്ടെ എന്ന് കരുതി പലരും ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു എന്ന് 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. പൗലോസിന് കൂടുതൽ ക്ലേശങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കരുതി മനഃപൂർവ്വമായിട്ട് അവര് ക്രിസ്തുവിനെ പ്രസംഗിക്കുമായിരുന്നു. 1:17 में ऐसा लिखा है कि पौलुस को और भी दुख हो ऐसा लोग प्रचार करते थे. അപ്പൊ അവര് നിർമ്മലതയോടെ അല്ല, അവര് ശാഠ്യത്താലാണ് പ്രസംഗിച്ചത്. എന്നിരുന്നാലും നോക്കണം, പൗലോസ് പറയുകയാണ് എങ്ങനെയായാലും അവര് ക്രിസ്തുവിനെ അത്ര പ്രസംഗിക്കുന്നത്. वो लोग निर्मलता में नहीं पर पौलुस के खिलाफ बात किए तो भी पौलुस कहता है कि वो अगर कहता है कि वो लोग, കാരണം പൗലോസ് അവരോട് വാദിക്കുവാൻ പോയില്ല, അവർക്കെതിരായിട്ട് സംസാരിക്കാൻ പോയില്ല. പൗലോസ് അതിൽ കണ്ട ഒരു കാര്യമുണ്ട്, അവർ ഏത് വിധേനയായാലും ക്രിസ്തുവിനെയല്ലോ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അത് ഒരു സാധാത്മകമായ രീതിയിൽ കാണുകയായിരുന്നു. पौलुस उनके खिलाफ नहीं गया पर कहा कि ये लोग मसीह को प्रचार कर रहा है इसलिए अच्छा है. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത് 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. फिलिपियो 2:12 में ऐसा लिखा है, 2:12 उसमें लिखा है कि तुम ഓക്കെ, 13-ാം വാക്യം ഇങ്ങനെയാണ്, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി ഇട്ട് പ്രവർത്തിക്കുന്നത്.
जो 13-ാം വാക്യം. എന്റെ ഭാര്യക്ക് ഞാനല്ല ആ. എന്നിട്ട് പിന്നെ പൗലോസ് പറയുകയാണ്, നമ്മൾ ജീവിക്കുന്നതായ ഈ ലോകം അത് വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയാണ്. क्योंकि परमेश्वर ही है जिसने अपनी सुजा निमित्त तुम्हारे मन में इच्छा और काम दोनों बातों के करने का प्रभाव डाला है. ये ഓക്കെ. അപ്പോൾ നാം ജീവിക്കുന്ന ഈ ലോകം അത് വക്രതയുള്ള ലോകമാണ്, അത് ഒരു പ്രത്യേക തലമുറയാണ്. അപ്പൊ നമുക്ക് എവിടെയും എതിർപ്പുകളേ ഉള്ളൂ. എന്നാൽ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവീ. हम जो जीने वाला जो संसार है वो विवाद और दुष्ट संसार है. इसलिए पौलुस 14 में कहता है सब काम, इसलिए पौलुस वाक्य 14 में वैसा कह रहा है. ഓക്കെ. അപ്പോൾ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണമെന്ന് 15-ാം വാക്യവും കൂടെ പറയുന്നു. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. इसलिए पौलुस 15 और 16 में लिखा है, इसलिए तुम जीवन का वचन लिए हुए जगत में जलते दीपकों की नाई दिखाई देते हो. അതെ, നമ്മുടെ ആത്മാവിലേക്ക് വന്ന ഒരുവനുണ്ട്, हमारे आत्मा में ജീവനായി വന്ന ഒരുവനുണ്ട്, അവനാണ് ക്രിസ്തു. हमारे आत्मा में एक व्यक्ति आया है जो जीवन है, वो मसीह है. യേശു കർത്താവ് ഇവിടെ വന്നപ്പോൾ അവന് എല്ലാ അർത്ഥത്തിലും പിതാവിനെ ആയിരുന്നു പ്രകടിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ ആയിരുന്നു താൻ പ്രകടിപ്പിച്ചിരുന്നത്. जब यीशु मसीह इस जगत पर आया वो पिता को प्रकट किया. അവന് പിതാവിന്റെ ഇഷ്ടമായിരുന്നു ചെയ്തത്, പിതാവിന്റെ വചനമായിരുന്നു സംസാരിച്ചിരുന്നത്. पिता का इच्छा पूरा किया और पिता का वचन को बात किया. അപ്പോൾ ഈ ക്രിസ്തു നമ്മുടെ ആത്മാവിൽ വസിക്കുന്നത് കൊണ്ട് നാമും ഇവിടെ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. क्योंकि ये मसीह ऐसा जिया तो हम भी मसीह के तरह जो दीपट के समान जीने का आग्रह कर रहा है पौलुस. പ്രത്യേകിച്ച് ഈ ലേഖനം, ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ പൗലോസ് ആർക്ക് വേണ്ടിയായി ലേഖനം എഴുതുമെന്ന് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ഫിലിപ്പിയിൽ ക്രിസ്തുവേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നതെന്നാണ്. और फिलिपी 1:1 में लिखा है किसके लिए फिलिपी का पुस्तक पौलुस लिख रहा है, वो अध्यक्षों के लिए और जो मसीह में प्रवृत्ति कर रहे हैं उन लोगों के लिए लिखा है. അപ്പോൾ സഭയിലുള്ള വിശുദ്ധന്മാർ ആരൊക്കെയാണെന്നാണ് പറയുന്നത്. അവിടെ അധ്യക്ഷന്മാരുണ്ട്, ശുശ്രൂഷകന്മാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്. और कलीसिया में अध्यक्ष है, एक निकाले वचन. ഓക്കെ. ഇവരെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. और ये सब परमेश्वर का राज्य के पुरोहित है. ഓക്കെ. അപ്പോൾ പുതിയ നിയമത്തിലുള്ള വീണ്ടും ജനിച്ച ഓരോ വിശ്വാസിയും പുതിയ നിയമ ശുശ്രൂഷകന്മാരാണ്. और വീണ്ടും ജനിച്ച ഓരോ വിശ്വാസിയും പുതിയ നിയമ ശുശ്രൂഷകന്മാരാണ്. और नया जन्म पाया सारे विश्वासी एक പുതിയ നിയമ, they all are New Testament ministers. हाँ, ये सब मिनिस्टर्स है, परमेश्वर का कार्य करते हैं. Okay, those who are born again, they all are the New Testament ministers. जो भी नया जन्म पाया है वो सब परमेश्वर का सेवक है. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് വായിക്കുന്നു. दूसरा कोरिन्थियर 3 का
6 में लिखा है, जिसने हमें नए वाचा के सेवक होने के योग्य भी किया, शब्द के Praise the Lord. सेवक അപ്പോൾ नहीं वरन आत्मा के। പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തി നൽകിയത് ദൈവമാണ്. नया नियम के सेवक बनने का प्राप्ति परमेश्वर ने दिया है हमें, കാരണം നമ്മളെല്ലാവരും പാപികളായിരുന്നു. क्योंकि एक समय में हम सब पापी थे, എന്നാൽ ക്രിസ്തുവിന്റെ രക്തമാണ് നമ്മെ നീതീകരിച്ചത്. पर मसीह का लहू है जो हमें धार्मिक बनाया। ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മെ വീണ്ടും ജനിപ്പിച്ചു. परमेश्वर का आत्मा हमें वापस जन्म दिया। ഈ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും വിശ്വസിക്കാനുള്ള വിശ്വാസവും കൂടെ ക്രിസ്തു നമുക്ക് പ്രദാനം ചെയ്തു. ये जो यीशु मसीह है मरा और जी उठा, ये विश्वास करने का विश्वास भी मसीह ने हमें दिया। അങ്ങനെ നമ്മെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി. और ऐसे हमें नया नियम का सेवक बनाया। ഇനി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് പുതിയ നിയമത്തില് നാം ശുശ്രൂഷ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ലഭിച്ച പ്രാപ്തിയും നമുക്ക് ലഭിച്ച ശക്തിയും നമുക്ക് ലഭിച്ച നീതീകരണവും നമുക്ക് ലഭിച്ച അധികാരവും എല്ലാം ദൈവത്തിൽ നിന്നാണ്. और हम जब नया जन्म पाकर परमेश्वर का सेवक बनते हैं, जो भी हमारा प्राप्ति, शक्ति और नीतिकरण, धार्मिकता सब मसीह से हमें मिला है, ये देना है। ഓക്കെ, ഇവിടെ പഴയ നിയമത്തില് ഇസ്രായേലിനെ കുറിച്ച് ദൈവത്തിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഇസ്രായേൽ ജനം മുഴുവനും പുരോഹിതന്മാരാകണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. इस्राएल के बच्चों के लिए पुराने नियम में परमेश्वर को एक आग्रह था कि सारे പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകുന്നു എന്ന് ഇസ്രായേൽ മക്കളെ കുറിച്ച് യഹോവയായ ദൈവം അരുളി ചെയ്തു. यहोवा परमेश्वर ने क्या आग्रह किया कि That is, God's desire was all the Israels should be a royal priesthood. और तुम मेरी इष्ट में याजकों का राज्य और पवित्र जाति ठहरोगे. എന്നാൽ എല്ലാവരും പുരോഹിതന്മാരായില്ല പഴയ നിയമത്തിലെ. और पुराने नियम में सारे लोग याजकीय सेवक नहीं बने. പിന്നെയോ അത് ലേവിയ വംശത്തിന് മാത്രമായി മാറി. वो सिर्फ लेवी जाति बन गए. എന്തുകൊണ്ടാണ്? वो क्यों ऐसा है? അത് ഇപ്രകാരമാണ് സംഭവിച്ചത്. ഇസ്രായേൽ മക്കള് കാളക്കുട്ടിയെ ഉണ്ടാക്കി കാളക്കുട്ടിയെ ആരാധിച്ചു. और इसराइल के बच्चों ने किया, वो एक बछड़े को बनाया और उसको वर्शिप किया, उसको आराधना किया. ഇത് കണ്ട് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, മോശ പാളയത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറെ ലേവ്യരെല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. एक्सोडस 32 का 22 में लिखा है कि 26 में लिखा है कि मूसा ने कहा, जो भी परमेश्वर के साथ है वो एक साइड में आ जाए, एक जगह पे आ जाए. എന്നിട്ട് ലേവ്യർ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്റെ വാൾ അരയ്ക്ക് കെട്ടി പാളയത്തിൽ കൂടെ വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്റെ സഹോദരനെയും താന്റെ സ്നേഹിതനെയും താന്റെ കൂട്ടുകാരനെയും കൊന്നുകളവിൻ എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. यहोवा ने क्या आज्ञा दिया लेवी गोत्र को कि अपना अपना हथियार, अपना चाकू लेकर सारे लोगों को मार दो. और सारे ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തത് കൊണ്ടാണ് അവര് അന്ന് ദൈവം ഈ പൗരോഹിത്യം ലേവ്യർക്കായിട്ട് മാറ്റിവെച്ചത്. क्योंकि लेवी ने ये आज्ञा सुना, इसलिए परमेश्वर ने वो याजकों का सेवा सिर्फ लेवी गोत्र को दिया. സ്വന്തം സഹോദരനെയും സ്വന്തം അയൽക്കാരനെയും സ്നേഹിതനെയും
വാൾ കൊണ്ട് വെട്ടുമ്പോൾ അവർക്കൊരു വേദനയുണ്ടായിരുന്നു. खुद का भाइयों को, खुद का दोस्तों को मारते समय उनको दर्द हुआ था. അവർ സ്വന്തം ഇഷ്ടത്തിന് അല്പം പോലും സ്ഥാനം കൊടുത്തില്ല. वो खुद का इच्छा को वो लोग ने कोई स्थान नहीं दिया. സഹോദരനെ വെട്ടുമ്പോഴുള്ള വേദന അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവരതിനേക്കാൾ ഉപരി ദൈവ ഇഷ്ടത്തിനാണ് സ്ഥാനം കൊടുത്തത്. खुद का भाइयों और दोस्तों को मारते समय उनको बुरा लगा, उनको दर्द हुआ, पर फिर भी परमेश्वर का आज्ञा को वो लोग माने. അപ്പോൾ നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ദൈവം, നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ക്രിസ്തു സ്വന്തം ഇഷ്ടം ചെയ്യാത്തവനാണ്, ദൈവ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റിയവനാണ്. इसलिए हमारा जो आत्मा में निवास करने वाला मसीह है, वो पिता का इच्छा पूरा किया है, खुद का इच्छा नहीं. അപ്പൊ അവൻ ദൈവ ഇഷ്ടം പൂർണ്ണമായി ചെയ്തത്, അത് അതിന്റെ തികവ് നാം കാണുന്നത് ക്രൂസിലാണ്. और परमेश्वर का इच्छा पूर्तिकरण करने का एकदम ऊंचा स्थान किधर है? क्रूस पर है. അതെ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമ്മൾ 2-ാം വാക്യത്തിന്റെ ഒടുവിൽ നമ്മൾ കാണുന്നത്, തന്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്നാണ്. हिब्रूज 2 में ऐसा लिखा है कि जो आनंद विश्वास के कर्ता और सिद्ध करने वाले यीशु की ओर ताकते रहे, जिसने उस आनंद के लिए जो उसके आगे धरा था, लज्जा की कुछ चिंता न करके क्रूस का दुख सहा और परमेश्वर के सिंहासन की दाहिनी ओर जा बैठा. അവൻ ക്രൂസിനെ സഹിച്ചതിന്റെ അനന്തര ഫലമായിരുന്നു അവൻ ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരുന്നത്. क्रूस को सहने का वो फल था कि वो परमेश्वर का दाहिनी ओर बैठ गया. അപ്പോൾ സ്വന്തം ഇഷ്ടത്തിന് സ്ഥാനം കൊടുക്കാതെ ക്രൂസിൽ ദൈവ ഇഷ്ടത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചു. उसका स्वयं इष्ट को स्थान ना देते हुए पर परमेश्वर का पिता का इच्छा को उसने स्थान दिया. അവരെന്തെങ്കിലും ക്രിസ്തു സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് രക്ഷയും വീണ്ടെടുപ്പും നിത്യതയും ലഭിക്കുകയില്ലായിരുന്നു. अगर यीशु मसीह खुद का इच्छा से कुछ कर देता तो हमें ये जो उद्धार मिला है और जो धार्मिकता मिला है वो सब नहीं मिलता. പിന്നെയോ അവന് മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. और यीशु मसीह मृत्यु तक आज्ञाकारी था. സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം തീരുമാനത്തിന്, സ്വന്തം വാക്കുകൾക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാത്തവനാണ്. खुद का इच्छा को, खुद का बातों को उसने कोई भी स्थान नहीं दिया. അപ്പോൾ ഇങ്ങനെയുള്ള ക്രിസ്തു നമ്മിലേക്ക് വന്ന് നമ്മുടെ ആത്മാവിൽ വസിക്കുമ്പോൾ നാം എത്ര ധന്യരാണ്. और ये मसीह हमारे हृदय में, हमारे आत्मा में निवास करते समय हम कितने धन्य लोग हैं. ഇങ്ങനെയുള്ള ഒരു രാജകീയ പുരോഹിത വർഗമാണ് പുതിയ നിയമ വിശ്വാസികൾ. ऐसे राजकीय याजक लोग हैं नया नियम के विश्वासी. അപ്പോൾ ഈ ക്രിസ്തുവാണ് പൗലോസിൽ വസിച്ചിരുന്നത്. यही मसीह पौलुस में निवास करता था. അതുകൊണ്ട് പൗലോസ് സ്വന്തം ഇഷ്ടത്തിന് യാതൊരു സ്ഥാനവും കൊടുത്തില്ല. മരണം വരെയും അവന് ദൈവ ഇഷ്ടത്തിന് സ്ഥാനം കൊടുത്തത് കൊണ്ടാണ് അവൻ ജയിലിലായിരുന്നു. इसलिए पौलुस ने खुद का इच्छा को स्थान ना देते हुए मसीह का इच्छा को स्थान दिया और वो അവന്റെ മരണവും ജയിലിൽ തന്നെയായിരുന്നു. वो हमेशा मृत्यु के सामने था और जेल में भी गया. അപ്പോൾ ഇങ്ങനെയുള്ള പൗലോസിന്റെ ഇഷ്ടം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദൈവ ഇഷ്ടം ഇപ്രകാരമാണ് നമ്മൾ വായിച്ചത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നാം അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. फिलिप्पी का 2:15 में ऐसा लिखा है, इस तरह हम हाँ पढ़िए. ताकि तुम निर्दोष और भोले होकर टेढ़े और हठीले लोगों के बीच परमेश्वर के निष्कलंक संतान बने रहो, जिनके बीच में तुम जीवन का वचन लिए हुए जगत में जलते दीपकों के समान दिखाई देते हो. പൗലോസ് ജയിലിലായിരിക്കുമ്പോൾ ക്രിസ്തുവിനു വേണ്ടി താൻ തന്നെ ജയിലിൽ അകപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ജയിലിൽ താന് പോകാനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനോഭാവമായിരുന്നു പൗലോസിനുണ്ടായിരുന്നത്. इसीलिए जेल में भी जाते समय में भी उसका खुद का इच्छा को स्थान ना देते हुए मसीह का इच्छा पूर्ण करने का उसका आग्रह. അപ്പോൾ ഇവിടെ ഒരു
എതിരായ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്, നാം ദൈവഹിതത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ നാം നമ്മുടെ ആത്മാവിൽ വന്ന ക്രിസ്തുവിനെ ആത്മാവിൽ മാത്രം പ്രവർത്തിക്കാനായി ക്രിസ്തുവിനെ നാം തടവിലാക്കുന്ന അനുഭവം ആയിത്തീരും. अगर हम जो मसीह हमारे आत्मा में निवास कर रहा है, अगर हम उसका इच्छा को स्थान ना दिए तो हम वो परमेश्वर को सिर्फ आत्मा में ही रख रहे हैं. और എന്നാൽ ഈ ക്രിസ്തു നമ്മുടെ ആത്മാവിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്കും വികാരത്തിലേക്കും ഇച്ഛാശക്തിയിലേക്കും പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്നത്. और अगर हम इस मसीह को हमारे मन में, हमारे इच्छा में स्थान आने को स्थान दिए तो हम उसके इच्छा के अनुसार जी सकते हैं. അങ്ങനെയുള്ള ഒരുവന്റെ ജീവിതത്തിലൂടെയാണ് ഈ കാര്യം നടപ്പിലാകുന്നത് എന്ന് വെച്ചാൽ, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. इस तरह हम सबके सामने जीवन का वचनों को बांटते हुए जीवित दीपट के समान जी सकते हैं. അപ്പൊ ആത്മാവിൽ വന്ന ക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും വിധേയപ്പെടുത്തിയ ജീവിച്ച അനേക ഭക്തന്മാരുണ്ടായിരുന്നു. ऐसा अनेक भक्त लोग थे जो परमेश्वर का इच्छा के अनुसार അവരിലൂടെയാണ് ഈ ജനങ്ങൾ അല്ലെങ്കിൽ ഈ വിശ്വാസികൾ അവര് ക്രിസ്തുവിന്റെ അനുയായികളാണെന്ന് ലോകത്തിന് മനസ്സിലായത്. इस तरह संसार को पहचान में आया कि ये लोग मसीह के लोग हैं, मसीही लोग हैं. ഓക്കെ, നമ്മുടെ ഒരു വിശ്വാസിയുടെ ഒരു ചിത്രമാണ് ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ കാണുന്നത്. विश्वासी का चित्र दिखता है लेवी 14 में. അത് 14-ാം അധ്യായത്തിലെ ശുദ്ധീകരണം കഴിഞ്ഞ ഒരു കുഷ്ഠരോഗിയെ കാണുന്നുണ്ട്. लेवी 14 में हम एक कुष्ठ रोगी को देखते हैं. അതായത് അവന്റെ കുഷ്ഠം സൗഖ്യമായി. उसका कुष्ठम അവന്റെ കുഷ്ഠം, he was a leprosy person but God has healed him. उसको एक कुष्ठ का रोग था पर वो ठीक हो गया. ഓക്കെ, എന്നിട്ട് ഇപ്രകാരമാണ് കഴിയുന്നത്. 8-ാം വാക്യം, ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ, ശുദ്ധീകരണം കഴിയുന്നവൻ വസ്ത്രമലക്കി രോമമൊക്കെയും ക്ഷൗരം ചെയ്യിച്ച് വെള്ളത്തിൽ കുളിക്കണം, എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും എന്ന് കാണുന്നു. ലേവിയർ 14-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം 14:8 में ऐसा लिखा है, और शुद्ध ठहरने वाला अपने वस्त्रों को धोए और सब बाल मुंडवाकर जल से स्नान करे, तब वह शुद्ध ठहरेगा और उसके बाद वह छावनी में आने पाए, परंतु 7 दिन तक अपने डेरे से बाहर ही रहे. എന്നിട്ട് അതിന്റെ ഒടുവിൽ പറയുന്നത്, അതിന് ശേഷം അവൻ പാളയത്തിൽ ചെന്ന് തന്റെ കൂടാരത്തിന് പുറമെ 7 ദിവസം പാർക്കണം എന്നാണ്. और उसके बाद ऐसा लिखा है कि वो अपना घर से बाहर जाकर 7 दिन तंबू के बाहर जीना है. ഓക്കെ, ഇത് ഒരു പുതിയ നിയമ വിശ്വാസിയുടെ ചിത്രമാണ്. ये एक नया नियम विश्वासी का एक चित्र है. 7 ദിവസം കാണിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തെയാണ് കാണിക്കുന്നത്. और वो 7 दिन हमारा विश्वासी जीवन को दिखाता है. അപ്പോ എന്തൊക്കെയാണെന്ന് അറിയാമോ? അവൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവന്റെ വസ്ത്രം അലക്കണം. पहला उसका वस्त्र धोना है. അതുപോലെ തന്നെ അവന്റെ ദേഹം കഴുകണം. और उसका शरीर को धोना है. രോമമൊക്കെ ക്ഷൗരം ചെയ്യണം. उसका बाल मुड़वाने हैं. അപ്പോൾ രോമമൊക്കെയും ശരീരത്തിലുള്ള എല്ലാ രോമവും ക്ഷൗരം ചെയ്യണമെന്ന. ऐसा लिखा है कि सारे बाल मुंडवाने हैं उसके. എന്താണ് ഇത് കാണിക്കുന്നത് അറിയാമോ? അതായത് വസ്ത്രം കാണിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് നാം സ്വീകരിച്ച പല സ്വഭാവത്തെയുമാണ്. और वस्त्र क्या दिखाता है? हम जो भी अवस्थाओं से जीकर और हमारा നമ്മൾ അമ്മയിൽ നിന്ന് ധരിച്ചപ്പോൾ നമുക്ക് വസ്ത്രമില്ലായിരുന്നു, എന്നാൽ പിന്നീടാണ് നമുക്ക് വസ്ത്രം കിട്ടിയത്. हम जब जन्म लिए हमारे पास वस्त्र नहीं था, उसके बाद वस्त्र मिला. വസ്ത്രം കഴുകുക എന്ന് വെച്ചാൽ നമ്മുടെ ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്ന് പല സ്വഭാവങ്ങളും നാം സ്വീകരിച്ചിട്ടുണ്ട്, അതിനോട് നാം ശക്തമായിട്ട് ഇടപെടുക തന്നെ ചെയ്യണം.
वो वस्त्र धोना है, उसका मतलब क्या है कि हमारे जीवन में हम जो भी अवस्थाओं से गुजर कर वो वो स्वभाव को धोना है। ആ ആ നമുക്കറിയാം, നോക്കണാൽ ആ ലേവ്യർ എന്ത് ചെയ്തു? അവര് ശക്തമായിട്ട് തന്നെ അവരെ ഇടപെട്ടു. എന്ന് വെച്ചാൽ തന്റെ സഹോദരനെയോ തന്റെ സ്നേഹിതന്റെയോ തന്റെ അയൽവക്കത്തുള്ളവന്റെയോ മുഖത്തേക്ക് അവർ നോക്കിയില്ല. അവര് ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് കൊല്ലേണ്ടവരെല്ലാം കൊന്നു. लेवी के गोत्र ने क्या किया? वो अपना भाइयों को, अपना दोस्तों को, अपना नेबर्स को ऐसा देखा नहीं, पर परमेश्वर ഇതുപോലെ की इच्छा के अनुसार मार डाला। ഒരു പുതിയ നിയമ വിശ്വാസി അവന്റെ ജീവിതത്തിൽ പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പല സ്വഭാവങ്ങളും അവന്റെ ജീവിതത്തിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. नया नियम विश्वासी में क्या है कि जो भी हम जीते हैं दिन भर, वो जीने के अनुसार അതിനോട് അവൻ हमारा स्वभाव ശക്തമായിട്ട് बदलता है। ഇടപെടണം. वो स्वभाव को हमें हटाना है। അതിനുള്ള ശക്തി നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ക്രിസ്തുവിലുണ്ട്. वो हटाने का सामर्थ्य मसीह में है, जो हमारे आत्मा में है। ഈ ക്രിസ്തുവിന് അവൻ നമ്മുടെ ഇച്ഛാശക്തിയിലേക്ക് വന്ന് തീരുമാനം എടുക്കാനായി നാം ക്രിസ്തുവിനെ അനുവദിക്കുന്നതിലാണ് ഇത് സാധ്യമാകുന്നത്. और हम वो इच्छा को मसीह को देते हुए वो मसीह के द्वारा वो इच्छा को पूर्ण करने का അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ദേഹത്തുള്ളതായ ശരീരത്തിലുള്ളതായ എല്ലാ രോമവും ക്ഷൗരക്കത്തി ഉപയോഗിച്ച് അത് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. और शरीर के सारे बाल मुंडवाने हैं, उसका मतलब क्या है कि वो बहुत बहुत कठिन काम है वो। ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ തലയിലെ തലമുടി തന്നെ ഒന്ന് നഷ്ടപ്പെട്ടാൽ അനേകർക്കും വേദനയാണ്. अपना सर का बाल ही अगर चला जाता है तो सबको बहुत बुरा लगता है। ഇത് കാണിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അതായത് നമ്മുടെ ജഡത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഏത് കാര്യത്തോടും ക്രൂശ് ഇടപെടുവാൻ നാം അനുവദിക്കണമെന്നുള്ളതാണ്. हमारे शरीर में जो भी कार्य करते हैं उसमें हम क्रूस को लागू करना है, क्रूस से वो काटना है, वो बताता है। കാരണം കുഷ്ഠരോഗത്തെ കുറിച്ച് ഇവിടെ മഹാപുരോഹിതൻ പരിശോധിക്കുമ്പോൾ കുഷ്ഠം പലപ്പോഴും ആ രോമം ഉണ്ടായി വരുന്ന ആ കുഴിയിൽ ചിലപ്പോൾ മറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. कोर्ट का बीमारी का क्या है कि वो बालों में चुप कर रह सकता है। അതുകൊണ്ട് പൂർണ്ണമായിട്ടും പാപത്തോട് ഇടപെടുവാൻ അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഏത് സ്വഭാവത്തോടും ഇടപെടുവാൻ ക്രൂസിനെ അനുവദിക്കണമെന്നാണ് ഇത് കാണിക്കുന്നത്. और वो क्या दिखाता है कि हमारे जो हम कार्य करते हैं, जो भी हमारा स्वभाव है, उसमें सब में क्रूस को लागू करना है, क्रूस से वो सब मुंडवाना है। അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് നാം ഇങ്ങനെ ക്രൂസിന് വിധേയപ്പെടണം എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ അങ്കുരിച്ചേക്കാം. ऐसा क्वेश्चन आ सकता है कि क्यों हम हर एक कार्य क्रूस पर लेकर आना है? കാരണം ക്രിസ്തു ക്രൂസ് അനുഭവിച്ചതിനാലാണ് അവനെ പുനരുത്ഥാനം ചെയ്തതും അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നതും. और क्योंकि क्रूस पर ही यीशु मसीह ने सारा इच्छा पूर्तिकरण कर कर पिता का दाहिनी ओर बैठ गया. അപ്പോൾ നാം ക്രൂസ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിലൂടെയാണ് നാം പുനരുത്ഥാനത്തിന്റെ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നത്. तो क्रूस जब हमारे हृदय में, हमारे जीवन में कार्य करता है, तो ही हम पुनरुत्थान का जीवन जी सकते हैं. പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു പ്രത്യേക കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതായത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ക്രിസ്തുവിന്റെ നാളിലേക്ക് നിങ്ങൾ ഇടർച്ചയില്ലാത്തവരായിരിക്കണം എന്നുള്ള ഒരു പദപ്രയോഗമുണ്ട്. അതായത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. फिलिपियो 1:10 यहाँ तक कि तुम उत्तम बातों को प्रिय जानो
और मसीह के दिन तक सच्चे बने रहो और ठोकर न खाओ, और उस धार्मिकता के फल से जो यीशु मसीह के द्वारा होते हैं भरपूर होते जाओ, जिससे परमेश्वर की महिमा और स्तुति होती रहे। അപ്പോൾ വീണ്ടും ജനിച്ചവരായ നമുക്കായിട്ടും ജീവിക്കാം, ക്രിസ്തുവിനായിട്ടും ജീവിക്കാം. नया जन्म पाने के बाद हम हमारे लिए भी जी सकते हैं और मसीह के लिए भी जी सकते हैं. സ്വന്തം ഇഷ്ടത്തിനും ജീവിക്കാം, ദൈവ ഇഷ്ടത്തിനും ജീവിക്കാം. खुद के इच्छा के अनुसार भी जी सकते हैं और पिता के इच्छा के अनुसार भी जी सकते हैं. ഇതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ऐसा उसके लिए हमारे पास स्वतंत्रता है. എന്നാൽ നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിന് നാം തീരുമാനിക്കാനും പ്രവർത്തിക്കാനും എല്ലാത്തിനും അവസരം കൊടുക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. पर परमेश्वर का आग्रह ये है कि मसीह को हम स्थान दे और मसीह को हमारे इच्छा के द्वारा जीने दे. അതുകൊണ്ട് ഒരു പുതിയ നിയമ വിശ്വാസിയുടെ ഓരോ ഘട്ടത്തിലുമുള്ള തീരുമാനം വളരെ പ്രാധാന്യമേറിയതാണ്. और विश्वासी को हर एक अवस्थाओं में जो करना है वो मसीह के द्वारा होना चाहिए. ഓക്കെ, ഇവിടെ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്ന നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുന്നത് ആത്മരക്ഷയല്ല, പിന്നെയോ ദേഹരക്ഷയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. और फिलिपियो 2 के बारे में लिखा है, तुम अपने उद्धार के लिए कार्य करो. ये कार्य आत्मा का नहीं पर प्राण के लिए है. എന്ന് വെച്ചാൽ ക്രിസ്തു നമ്മുടെ ദേഹിയുടെ പൂർണ്ണമായ കർത്തൃത്വം നടത്തുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്ന ജീവിതമാണ്. उसका मतलब क्या है कि मसीह हमारा प्राण में जो भी कार्य करता है. നമുക്ക് പല കാര്യത്തിലും നമുക്ക് ബലഹീനതയുള്ളവരാണ്, എന്നാൽ നമ്മെ എല്ലാ കാര്യത്തിലും സഹായിപ്പാൻ ക്രിസ്തു എപ്പോഴും നമുക്ക് ലഭ്യമായി നമ്മുടെ ആത്മാവിലുണ്ട്. हम हर एक कार्यों में हमारे अंदर कमियां है, पर मसीह हर एक कार्यों में हमारे साथ है, वो हमारे आत्मा में है. നാം എത്ര ഭാഗ്യവാന്മാരാണ്, हम कितने भाग्यवान लोग हैं. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, 32-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. 32 Psalms उसका पहला वचन में लिखा है, जिसका पाप ढका हुआ है वो भाग्यवान है. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പലരും ദൈവഹിതപ്രകാരമുള്ള തീരുമാനമെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്, ദൈവഹിതമില്ലാത്ത തീരുമാനമെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. पुराने और नए नियम में ऐसे हम कई लोगों को देखते हैं जो अपने स्वयं इच्छा के द्वारा भी जिए हैं और परमेश्वर की इच्छा के द्वारा भी जिए. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തില് ലോത്തിന്റെ മക്കൾ ഒരു തെറ്റായ തീരുമാനമെടുത്തു. और उत्पत्ति 19 में हम जानते हैं लोत के बच्चे एक गलत कार्य किए. അതെ, തെറ്റായ തീരുമാനമെടുത്തതിനാലാണ് 2 വംശങ്ങൾ ശപിക്കപ്പെട്ട 2 വംശങ്ങൾ ഉടലെടുക്കുവാൻ കാരണമായി. क्योंकि वो लोग एक गलत कार्य किए, इसलिए 2 श्रापित नेशंस आए उनमें से. ഓക്കെ, എന്നാൽ അങ്ങനെ ശാപഗ്രസ്തരായിരുന്ന ഒരു സ്ത്രീ തന്നെ ദൈവഹിത പ്രകാരമുള്ള ഒരു തീരുമാനമെടുത്തു. और ऐसा श्रापित एक स्त्री भी परमेश्वर का इच्छा का एक डिसीजन लिया, एक कार्य लिया. നമുക്കറിയാം അവളുടെ പേരാണ് രൂത്ത്. वो स्त्री रूथ है. ഓക്കെ, അപ്പോൾ ലോത്തിന്റെ മക്കളുടെ തീരുമാനം നോക്കണം. അവര് പറഞ്ഞു, ഇനിയിപ്പോൾ നമുക്കൊരു ഭാവിയൊന്നുമില്ല എന്ന് പറഞ്ഞ് അവര് ദൈവത്തിൽ ആശ്രയിക്കാതെ അവര് സ്വന്തം തീരുമാനം എടുത്ത് പ്രവർത്തിച്ചു. लोत का बच्चों ने क्या किया, वो खुद का इच्छा, परमेश्वर का इच्छा नहीं, सिर्फ खुद का इच्छा के अनुसार उन्होंने प्रवृत्ति किया. എന്നാൽ നമുക്ക് രൂത്തിലേക്ക് നോക്കാം. पर हम रूथ को देखते हैं. അവിടെ അമ്മായിപ്പനും മരിച്ചു, ഭർത്താവും മരിച്ചു, ഭർത്താവിന്റെ സഹോദരനും മരിച്ചു, അമ്മായിയമ്മ മാത്രം. फादर इन लॉ भी मर गया और उसका हस्बैंड्स भी मर गए, सिर्फ एक मदर इन लॉ बाकी है, बच्चे. എന്നാൽ അവളുടെ തീരുമാനം നോക്കണം. അവള് നവോമിയോട് പറഞ്ഞു, അതെ, നിന്റെ ദൈവം എന്റെ ദൈവം. और उसने रूथ ने क्या नवमी को कहा, तुम्हारा परमेश्वर मेरा परमेश्वर है. ഓക്കെ, ആ തീരുമാനം അവള് മാത്രമല്ല
അവളുടെ തലമുറകൾ കൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായി. क्योंकि रूथ ने ऐसा कार्य किया, ऐसा डिसीजन लिया, सिर्फ रूथ ही नहीं, रूथ का वंश भी आशीषित हो गया. ഓക്കെ, പുതിയ നിയമത്തിൽ ഇതുപോലെ ഉണ്ട്. അവര് അപ്പോസ്തല പ്രവൃത്തികള് 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. नया नियम में भी ऐसा है. अपोस्तल प्रवृत्ति അനന്യാസും സഫീറയും ഒരു തെറ്റായ തീരുമാനമെടുത്തു 5-ാം അധ്യായത്തില്. Acts 5. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം. അനന്യാസും സഫീറയും എടുത്ത തീരുമാനം. प्रेरित का कार्य 5 का जो अनन्यास और सफीरा ने किया. ഓക്കെ, അപ്പോൾ അവരൊരു തീരുമാനം എടുത്തു. പക്ഷേ ആ തീരുമാനം ദൈവഹിത പ്രകാരമുള്ളതായിരുന്നില്ല. उन्होंने एक कार्य किया, पर वो कार्य परमेश्वर के इच्छा के अनुसार नहीं था. എന്നാൽ മറ്റുള്ളവരുടെ മുൻപാകെ അവരും ദൈവഹിത പ്രകാരമുള്ള വേല ചെയ്യുന്നു എന്ന് അവര് തെറ്റിദ്ധരിപ്പിച്ചു. और उन्होंने क्या किया, दूसरों को बताने के लिए कि हम परमेश्वर का इच्छा के अनुसार जी रहे हैं, उन्होंने അപ്പോൾ ഇങ്ങനെയുള്ള വ്യാജം കാണിക്കുമ്പോൾ ഇവിടെ പറയുന്നത് അതിന്റെ 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, അത് വിൽക്കും മുൻപേ നിന്റേതായിരുന്നില്ലയോ, വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ, ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്ത്, മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. 5 का 4 पढ़. जब तक वह तेरे पास रही क्या तेरी न थी, और जब तेरे वश में न थी, अपने मन में क्यों विचारी, मनुष्यों से नहीं परंतु परमेश्वर से झूठ बोला है. ഓക്കെ, കണ്ടോ? അപ്പോ ഇവിടെ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് അവരൊരു കാര്യം ചെയ്തു. उन्होंने बाकी लोगों को दिखाने के लिए कार्य किया. അവര് ആ സമയത്ത് ദൈവത്തോടാണ് വ്യാജം കാണിച്ചത്. उस समय में उन्होंने परमेश्वर से झूठ बोला है. മനുഷ്യരുടെ മുൻപാകെ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. ये कार्य तो मनुष्य को प्रसन्नित करने वाला कार्य है. മനുഷ്യർ സത്യം അറിഞ്ഞിരുന്നില്ല. मनुष्य को ये सच्चाई नहीं मालूम. അപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനവും പലരും പുതിയ നിയമത്തിൽ എടുക്കാൻ സാധ്യതയുണ്ട്. ऐसा कार्य भी नया नियम विश्वासी कर सकते हैं. ഇവരെന്ത് ചെയ്തെന്നറിയാമോ? അവരുടെ ആത്മാവിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. ये भाई ये बहन के आत्मा में भी मसीह निवास कर रहा था. എന്നാൽ അവരുടെ ആത്മാവിൽ വസിച്ചിരുന്ന ദൈവാത്മാവിനോട് അവർ വ്യാജം പ്രവർത്തിച്ചു എന്നാണ്. पर जो आत्मा में उनके जो निवास करने वाला परमेश्वर का आत्मा है, उनसे ये लोग झूठ बोले. അപ്പോൾ ചിലത് ത്യജിച്ച് ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോഴാണ് നാം ക്രൂശിന് വിധേയപ്പെടുന്നത്. हम ये सबको हटाकर हम क्रूस पर आना है. ഓക്കെ, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് കർത്താവിനെ ശുശ്രൂഷിച്ച മറിയെ, യോഹന്നാ 12 में जो परमेश्वर को सेवा की वो मरियम. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. जॉन 12:3 पढ़े. मरियम ने जटामांसी का आधा सेर बहुमूल्य इत्र लेकर यीशु के पांव पर डाला और अपने बालों से उसके पांव पोंछे, और इत्र की सुगंध से घर सुगंधित हो गया. ഇത് വളരെ വിലയുള്ളതായിരുന്നു. ये बहुत बहुमूल्य था. അതായത് 300 വെള്ളിക്കാശ് വിലയുള്ളതായിരുന്നു. 300 चांदी के सिक्के के समान था ये. അന്ന് ആ കാലങ്ങളിൽ ഒരാൾ ഒരു ദിവസം മുഴുവനും അധ്വാനിച്ചാല് കിട്ടുന്ന കൂലിയായിരുന്നു 1 വെള്ളിക്കാശ്. एक चांदी का सिक्का मतलब जो पूरा एक दिन काम करने के बाद मिलने वाला पैसा है. എന്നാൽ മറിയ ഇത് കർത്താവിന്റെ കാലിൽ പൂശാനായിട്ട് അവള് മുഴുവനായിട്ട് ചെലവഴിച്ചു. और ये मरियम ने क्या की, वो सब परमेश्वर के पाँव में डालने का आग्रह की. അപ്പോൾ അഞ്ചാം വാക്യത്തിലുണ്ട്, ഇസ്കരിയോത്ത
ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്തെന്ന് പറഞ്ഞു. इस्करियत यूदा क्या बोला कि ये सब हम ये बेचकर इतना दिनारी हम गरीबों को देते तो कितना अच्छा होता. എന്നാൽ 7-ാം വാക്യം, യേശുവോ അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടക്കയുണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും അടക്കയില്ലതാനും എന്ന് പറഞ്ഞു. 7वां वाक्य पढ़े. यीशु ने कहा, उसे रहने दो, उसे यह मेरे गाड़े जाने के दिन के लिए रखने दो, क्योंकि कंगाल तो तुम्हारे साथ सदा रहते हैं, परंतु मैं तुम्हारे साथ सदा नहीं रहूंगा. ഓക്കെ, അവളെ നയിച്ചിരുന്ന സ്നേഹം യേശുക്രിസ്തുവിനോടുള്ള സ്നേഹമായിരുന്നു. जो मरियम को जो वो परमेश्वर का जो यीशु मसीह का प्रेम है जो उसने ये कार्य किया. ഓക്കെ, പൗലോസ് ഈ ലേഖനം എഴുതുന്നത് ഫിലിപ്പിയിലെ സഭയ്ക്കാണല്ലോ. पौलुस जो ये लेखन लिख रहा है वो फिलिपियों के कलीसिया के लिए है. അപ്പോൾ സഭയിലെ വിശുദ്ധന്മാരും അധ്യക്ഷന്മാരും ശുശ്രൂഷകന്മാരും ഉണ്ട്. कलीसिया में विशुद्ध लोग हैं, अध्यक्ष लोग हैं और सेवक लोग हैं. അപ്പോൾ മറിയെ നയിച്ചിരുന്നത് പോലെ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മെ നിർബന്ധിക്കേണ്ടത്. जैसे मरियम को जो विवश किया वैसे हम कोरिन्थियों के पुस्तक में देखते हैं कि मसीह का प्रेम है जो हमें विवश करता है. പ്രൈസ് ദി ലോർഡ്. അവന് പിതാവിനോടുള്ള സ്നേഹമായിരുന്നു അവനെയും നിർബന്ധിച്ചിരുന്നത്. ये जो पिता का प्रेम है जो वो सबको विवश करता है. ഒക്കെ നമുക്ക് വേണ്ടി അവൻ ക്രൂശ് അനുഭവിക്കുമ്പോഴും അവന് പിതാവിനോടുള്ള സ്നേഹവും ഭക്തിയും അവനെ ഭരിച്ചിരുന്നു. हमारे लिए जब वो क्रूस उठाते समय में भी पिता का जो प्रेम है, पिता का जो भक्ति है उसके अनुसार उसने. പ്രൈസ് ദി ലോർഡ്. എത്ര ശ്രേഷ്ഠമാണ് ഈ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നുള്ളത്. कितना श्रेष्ठ बात है कि ये मसीह हमारे हृदय में जी रहा है. പാപികളായ നമ്മെ ദൈവം തിരഞ്ഞെടുത്ത് ഇങ്ങനെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തത് എത്ര ഭാഗ്യകരമായ കാര്യമാണ്. हम जो पापी थे हमें चुनकर हमें पिता का पुत्र बनाया है. ये कितना നമ്മെ പുതിയ നിയമ ശുശ്രൂഷക്കാരാക്കി മാറ്റിയത് അതിലും ഭാഗ്യമേറിയ അവസ്ഥയാണ്. और भी अधिक कितना भाग्य की बात है कि हमें नया नियम का सेवक बनाया है. ഓക്കെ, നമുക്കതുകൊണ്ട് കർത്താവിന്റെ ഇഷ്ടത്തിനായി പൂർണ്ണമായി നമ്മെ വിധേയപ്പെടുത്താം. हमें परमेश्वर का इच्छा के सामने हम പലപ്പോഴും നമ്മുടെ ജഡത്തിനും നമ്മുടെ മനസ്സിനും ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ സന്തോഷം തോന്നുന്ന അനേക കാര്യങ്ങൾ നമ്മെ ഭരിച്ചെന്ന് വരാം. हम इस शरीर के अनुसार जीने का मोह अभिलाषा आ सकता है. എന്നാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരുവനുണ്ട്, അവന് ക്രൂശ് വരെയും അല്ലെങ്കിൽ മരണം വരെയും ദൈവഹിതം അനുസരിക്കുകയും ദൈവ ഇഷ്ടം ചെയ്യുകയും ദൈവത്തിന്റെ ആലോചന അറിയിക്കുകയും ചെയ്തവനാണ്. पर जो हमारे अंदर निवास करने वाला जो व्यक्ति है वो मृत्यु तक पिता का इच्छा पूर्ण किया और जिया. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഇഷ്ടത്തിനായി നമ്മെ തന്നെ വിധേയപ്പെടുത്താം. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. हमें नम्र करे उसका इच्छा के सामने. നമുക്ക് പുതിയ നിയമത്തില് ആവശ്യമായ കൃപയുണ്ട്. नया नियम में हमें बहुत सारा अनुग्रह मिला है. ആ കൃപ ക്രിസ്തുവിലുണ്ട്. वो अनुग्रह मसीह में है. ആ കൃപ ഉപയോഗിച്ചവനാണ് പൗലോസ്. वो अनुग्रह को उपयोग किया हुआ है पौलुस. ആ കൃപയ്ക്ക് വിധേയപ്പെട്ടത് കൊണ്ടാണ് പൗലോസ് ജയിലിൽ കഴിയുകയും ഒരു രക്തസാക്ഷിയായി മരിക്കാനായി തന്നെ തന്നെ വിധേയപ്പെടുത്തുകയും ചെയ്തു. वो अनुग्रह के द्वारा ही पौलुस ने जेल पर गया और मृत्यु तक परमेश्वर का सेवा किया. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയത്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ നിങ്ങളിൽ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത്. इसलिए पौलुस लिख रहा है, इच्छा करना और प्रवृत्ति करना ये पिता का अच्छा वो पिता हमारे अंदर डालता है. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാ നമ്മെ കൂടുതലായിട്ട് ഈ വിഷയത്തിൽ പ്രകാശം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर हमें अधिक से अधिक आशीषित करे. താങ്ക് യു. നമുക്ക് പ്രാർത്ഥിക്കാം.